ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. നേരത്തെ ക്രാഫ്റ്റ് 5 വ്യൂസ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല, വീഡിയോ സ്റ്റക്ക് ചെയ്ത് പോയി. അതിന് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ 3 തീപ്പെട്ടി വെച്ച് ഒരു ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു ഓർഗനൈസർ ആയിരുന്നു, അതിപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇപ്പം ഇങ്ങനെയായി. കൊള്ളാമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. 3 തീപ്പെട്ടി. എന്നിട്ട് നമുക്ക് ഒരു സിസേഴ്സ് എടുക്കണം. എന്നിട്ട് ഇപ്പം ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിങ്ങനെ വെച്ച് ഒട്ടിച്ചാൽ പോയി. പിന്നെ നമുക്ക് ഈ 3 തീപ്പെട്ടിയെ ഇങ്ങനെ വെക്കാം. സ്റ്റിക്കറൊന്നും കളയണ്ട, ഇങ്ങനെ വെക്കണം. ഒരു സാധനം കൂടെ എടുക്കാൻ മറന്നുപോയി. A few moments later. ഓക്കെ, ഈ ഫെവിക്കോൾ എടുത്തേക്ക്. ഫെവിക്കോൾ എൻ്റെ തീരാറായി, അതുകൊണ്ട് ഇങ്ങനെ തുറന്നിങ്ങനെ കുത്തി അടക്കേണ്ടി വരും. ഇങ്ങനെ വെച്ചാൽ വരില്ല. നമുക്കിത് വേണ്ട, ഒരു ഇതിനകത്ത് ഇങ്ങനെ തേച്ചെടുക്കണം. ഇവിടെ ഇച്ചിരി തേച്ചെടുത്താൽ മതി. 2 എണ്ണത്തിനൊക്കെ മതി. 2 എണ്ണം. ഇതേ ഒരെണ്ണം പശ ഇട്ടിച്ചിട്ടില്ല. ഏറ്റവും കുറവ് പശ ഒരെണ്ണത്തിനകത്ത് കുറച്ച് പശ മതി. അത് ഇതിനകത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചെടുക്കണം. വലിച്ചെങ്കിൽ ഇളകി വരും. പിന്നെ കുറച്ച് കൂടുതൽ പശ അത് ഏറ്റവും മേളിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് തൊടാൻ നിൽക്കല്. കുറച്ച് ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. സ്ട്രെയിറ്റ് ആവും. ഞാൻ സ്ട്രെയിറ്റ് ആക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പറിൽ ഇത് കുറച്ച് നേരം അടിക്കണം ഗൈസ്. പേപ്പറിൽ കുറച്ച് കൂടുതൽ പ്രശ്നമാണ്. പശ തീർന്നു തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു പശയുണ്ട് മേളിൽ. സ്റ്റിക്കി ഗ്ലൂ, അതൊന്ന് ഏകദേശം തീരാറായി. കണ്ടോ, ഗ്ലൂ സ്റ്റിക്ക്. അതിനകത്ത് നൂല് വീണ്ടും കൈ ഒട്ടാൻ തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ വർഷമായത്. ഈ വർഷം ഓക്കെ ഡൺ ആണെങ്കിൽ ആദ്യമേ അങ്ങ് ഒട്ടിച്ചാൽ പോയായിരുന്നു. ഞാൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, വേണ്ട ഈ കൈ അല്ല വേണ്ടേ, കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു, വിശ്വസിക്കുന്നു. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ
5 വ്യൂസ് ഇല്ലായിരുന്നോ കഴിഞ്ഞ ആയിട്ട് ആ ഓർഗനൈസർ ഉണ്ടാക്കിയതിന്? അവരോടൊക്കെ ഞാൻ സോറി പറയുന്നു. പക്ഷെ നിങ്ങൾ ആ സ്റ്റക്കായിട്ട് നിങ്ങൾ എന്തിനാ അത് കണ്ടത്? ആ 5 വ്യൂസ് ആരാണ് ഇന്ന് എനിക്കറിഞ്ഞൂടെ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കണം. തന്നെ നോക്കോ, നിങ്ങൾ തന്നെ നോക്കോ. ഞാനിങ്ങനെ എന്നിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ, മേളിൽ പൊങ്ങിയിരിക്കുന്നുണ്ടോ? ആ പൊങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ 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 ഒരു സൈഡിൽ മാത്രം മതി, അപ്പുറത്തെ സൈഡ് ചെയ്യണ്ട. നമുക്കിങ്ങനെ പ്രസ് ചെയ്യണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എഴുതി ഇവിടെ പോയി അത് സാരില്ല, ഒരു സ്കെച്ച് വെച്ച് എങ്ങനെയെങ്കിലും റെഡിയാക്കാം. അടുത്തത് നമ്മൾ വീണ്ടും ഒരു സ്ക്വയർ കുഞ്ഞ് പീസ് പേപ്പർ എടുക്കണം. ഇവിടെ മാറ്റി വെച്ച് അങ്ങോട്ട് ഇത്ര എടുക്കരുത്. നീറ്റായിട്ടുള്ളൊരു ഭാഗം എടുക്കാം. വീണ്ടും ഗ്ലൂ സ്റ്റിക്ക് എടുക്കുക. ഗ്ലൂ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, പശ ആയാൽ മതി. ഓക്കെ, എന്നിട്ട് എൻ്റെ അകത്തോട്ട് ആ പേപ്പർ ഇങ്ങനെ 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 ശരിക്ക് പ്രസ് 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 എന്നിട്ട് വേണ്ടേ ഇങ്ങനെ നോർമൽ ഇനി നമ്മൾ ഡിസൈൻസ് വരാൻ പോണേ. ഇനിയും ഞാൻ എന്താ എഴുതണേ? ഇതെന്തുവാന്ന് സ്കെച്ച് വെച്ച് എഴുതിയതാണുള്ളത്. ക്യാമറ കാണുമ്പോൾ തിരിച്ചാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ തിരിച്ചാണ് ഇതുമായി തിരിച്ചാണ് ഇത് എഴുതിയേക്കുന്നതല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് തിരിച്ചായിരിക്കും, തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് എങ്ങനെയാ ഇത് എന്തോ ഇത് എഴുതിയേക്കുന്നത് നിങ്ങൾ കമൻറ്റിൽ പറയണം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധി ഇല്ലാത്ത ആളാന്ന് ഞാൻ വിചാരിച്ചു പോകും. എന്തെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ചിട്ട്. ഇപ്പം എൻ്റെ എതിരാളിയായിട്ട് ഒരു യൂട്യൂബർ നിൽക്കുന്നുണ്ട്, അവനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് പൊട്ടിക്കണം. അവനല്ല, അത് അവളാണ്. അവൾ ഡിസൈൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുള്ളത്. ഇനി നമ്മളുടെ തീപ്പെട്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാവോ? അത് കഴിഞ്ഞിട്ട് ഇത് ഒട്ടി ഇങ്ങനെ വരും, ആ പേപ്പർ അങ്ങ് ഇളക്കി കളയണം. എന്താ ചെയ്യുക? ഇത് കണ്ടോ, ഇതിങ്ങനെ നേരെ ആക്കണം. ഇവിടെ നേരത്തെ സിസേഴ്സ് എടുത്ത് വെച്ചില്ല, അതെടുക്കണം. ഇതിനാ ഞാൻ ഗ്ലൂ ഒട്ടിച്ചെന്ന് വെച്ചാൽ ഈ ഗ്ലൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഈ പേപ്പർ ഇളക്കുമ്പോൾ ഇത് മാച്ച് ബോക്സ് ഇളകി പോകത്തില്ല. നമ്മൾ ഇത് ഒട്ടിക്കാതെ ഇത് ചെയ്ത് കഴിഞ്ഞാലേ മാച്ച് ബോക്സ് പെട്ടെന്ന് ഇളകിപ്പോകും. ഇതാണെങ്കിൽ മാച്ച് ബോക്സ് അങ്ങനെ തന്നെ ഇരിക്കും. എന്തോ ചെയ്യണമെന്നറിയാമോ? നോക്ക് ഓർഗനൈസർ ഉണ്ടോ? ഓ ഒന്ന് താഴെ പോയി, രണ്ടെണ്ണം തരട്ടു പോകുന്നു. ഓർഗനൈസർ കുറച്ച് ക്വാളിറ്റി കുറവാണെന്ന് തോന്നുന്നു. സാരില്ല, ലൈക്ക് വെച്ചിട്ട് പോണേ. 8 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടാവുന്ന ഒരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.